ചമയങ്ങളില്ലാതെ, ചായമില്ലാതെ, മായമില്ലാതെ ഹൈസ. മാലിന്യങ്ങൾ കുന്നുകൂടിയും മലിനജലവും നിറഞ്ഞ മൂവാറ്റുപുഴ നഗരസഭ സ്റ്റേഡിയം പരിസരം. മാസങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തികൾ നടത്തിയ ഫെസ്റ്റ് സമാപനത്തിന് ശേഷമുള്ള മാലിന്യങ്ങളാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാഹചര്യത്തിൽ നഗരസഭ അധികൃതർ കൃത്യമായ ഇടപെടലുകൾ നടത്തി മാലിന്യം നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാസങ്ങൾക്ക് മുൻപ് നഗരസഭ വൻ തുക ഈടാക്കി സ്വകാര്യ വ്യക്തികൾക്ക് ഫെസ്റ്റ് നടത്തുവാൻ കൊടുത്ത നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപത്തെ സ്ഥലമാണ് ഇപ്പോൾ മാലിന്യക്കൂമ്പാരമായി മാറിയിരിക്കുന്നത്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനെതിരെ വലിയ ബോധവൽക്കരണങ്ങൾ നഗരസഭ തന്നെ നടത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള വലിയ അനാസ്ഥ കാണുവാൻ സാധിക്കുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതും ഫെസ്റ്റിനായി ഉപയോഗിച്ച പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മാസങ്ങളായി ഇവിടെ കുന്നുകൂടി കിടക്കുന്നതും കാണാം. ചാക്കിൽ കെട്ടിവെച്ചിരിക്കുന്ന മാലിന്യങ്ങൾ വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ദുർഗന്ധവും കൊതുക് ശല്യവും വർദ്ധിച്ചതോടെ പ്രദേശവാസികളും വലിയ ദുരിതത്തിലാണ്. ഫെസ്റ്റിന്റെ നടത്തിപ്പിന്റെ ഭാഗമായി 1.5 അടി പൊക്കത്തിൽ സജ്ജീകരിച്ച കുഴി ഇതുവരെ മൂടാത്തത് വലിയ ദുരന്തത്തെ അഭിമുഖീകരിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എത്രയും വേഗത്തിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് സ്ഥലം പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന ആവശ്യവുമായി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിന്റെ സമീപമുള്ള സ്ഥലം വലിയ ലക്ഷങ്ങൾ രൂപ വാടക മേടിച്ചുകൊണ്ട് ഫെസ്റ്റ് നടത്തുവാൻ വേണ്ടി കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അതിനുശേഷം ഇവിടെ വന്നിട്ടുള്ള അവരുടെ മാലിന്യങ്ങളും ഒപ്പം തന്നെ അവര് വേസ്റ്റ് ഇടുവാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള കുഴിയടക്കം ഇന്ന് ഈ നാട്ടുകാരുടെ സ്വൈര്യ ജീവിതത്തിന് വളരെയധികം ദൂഷ്യമാവുന്ന രീതിയിൽ, വളരെയധികം ബാധിക്കുന്ന രീതിയിൽ ഇവിടെ അടുങ്ങിക്കിടക്കുകയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, അവര് അന്ന് ഉപയോഗിച്ചിട്ടുള്ള വേസ്റ്റ് മാലിന്യങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഉപേക്ഷിച്ച് അത് ഈ കഴിഞ്ഞ 1.5 മാസമായിട്ടും ഇവിടെ നഗരസഭ ഇത് ഇവിടെ നിന്ന് ക്ലീൻ ചെയ്യുവാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വെള്ളം, ഈ കെട്ടിക്കിടക്കുന്ന മലിന വെള്ളം ഇത് ഒഴുകിയാണ് നമ്മുടെ പുഴയിലേക്ക് അടക്കം ചെല്ലുമ്പോൾ അത് ഇന്നത്തെ കാലത്ത് വളരെയധികം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് അത് ഇവിടുത്തെ മൂവാറ്റുപുഴയിലെ ജനങ്ങളെ മാത്രമല്ല, ഈ പുഴയോരത്ത് താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെയും ഇതിന്റെ മലിനീകരണം ബാധിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ നഗരസഭയുടെ അനാസ്ഥ എത്തിച്ചേർന്നിട്ടുള്ളത്. അതേസമയം നടത്തിപ്പുകാരിൽ നിന്നും അഡ്വാൻസ് തുകയായി വാങ്ങിയതിൽ നിന്നും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള തുക എടുത്തതിനു ശേഷം മാത്രമേ ബാക്കി തുക തിരിച്ചു നൽകൂ എന്ന തീരുമാനമാണ് നഗരസഭാ അധികൃതർ എടുത്തിരിക്കുന്നത്. നഗരസഭയും നടത്തിപ്പുകാരും തമ്മിലുള്ള എഗ്രിമെന്റ് പ്രകാരം മാലിന്യങ്ങൾ പൂർണ്ണമായും നടത്തിപ്പുകാർ തന്നെയാണ് നീക്കം ചെയ്യേണ്ടതെന്നും അധികൃതർ അറിയിച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് OET സ്കോർ ചെയ്യാൻ പറ്റി. ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം. For admissions call 7594054282.